ഏത് സമയത്തും ഈ ജീവിതം തീരും. ഒരു കഥയാണെങ്കിലും അതിന് വല്ലാത്തൊരു അത്ഭുതം തോന്നും. ഒരു പെൻസില് നിർമ്മിച്ച് പെൻസിലിനെ ഫാക്ടറിയിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ 4 നിർദ്ദേശങ്ങൾ ആ പെൻസിലിന് കൊടുത്തു. ഒന്നാമത് ആ പെൻസിലിനെ പിടിച്ചിട്ട് പറഞ്ഞു, പെൻസിലെ, ചിലപ്പോ നിന്നെ കിട്ടുന്ന ആൾ കത്തി കൊണ്ട് ചെത്തി മിനുക്കും. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് നിന്നെ ചെത്തി മിനുക്കി നിന്നെ മൂർച്ച കൂട്ടും. ആ ചെത്തലും മിനുക്കലും നിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ശക്തമായ പരീക്ഷണം, അല്ലാഹു തആല ശക്തമായ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ചെത്തി മിനുക്കും. അത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ നടക്കേണ്ടി വരും. ദുനിയാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സുവരെ വിളിച്ചത് അൽ അമീൻ എന്നാണ്. 40ാമത്തെ വയസ്സിന് ശേഷം വിളിച്ചു ഖദ്ദാബ്, പെരുങ്കള്ളനാണ് നീ. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ കള്ളാന്ന് വിളിച്ചാലുള്ള വികാരം എന്താ? കള്ളാന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ വിളിച്ചാൽ നമ്മുടെ വികാരം എന്താണ് പ്രിയമുള്ളവരെ? 13 വർഷക്കാലം പിറകെ നടന്നു വിളിച്ചു ഖദ്ദാബ്. രണ്ടാമത്തെ പേര് മജ്നൂൻ, മുഹമ്മദേ ഭ്രാന്താണ് നിനക്ക്. തലക്ക് സുഖല്യാന്നൊരുത്തൻ കമന്റ് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വികാരം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ നടന്നവർ വിളിച്ചു മജ്നൂനാണ് മുഹമ്മദേ. മൂന്നാമത്തെ പേര് അബുത്തർ, വേരറ്റവനാണ്. നമ്മുടെ കുടുംബത്തിലൊരു മരണം നടന്നാൽ, വീട്ടിലൊരു മരണം നടന്നാൽ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും വരും. സമാധാനിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ആളുകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മരണം നടന്നപ്പോ അവിടെയുണ്ട് കുടുംബക്കാര്, അവിടെയുണ്ട് പ്രിയപ്പെട്ടവർ. പക്ഷെ അവർക്ക് പറയാനുള്ളത് മുഹമ്മദേ വേരറ്റുപോയടാ, വേരറ്റുപോയടാ, ഒരാളാലും അറിയപ്പെടാതെ നിന്റെ കുലം നശിക്കുകയാണ്, മുറിവിൽ എരുവാരിത്തേക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ആ പഴയ അൽ അമീൻ തന്നെയാണ് നല്ലത്? ഖദ്ദാബും മജ്നൂനും അബുത്തറൊക്കെ ഒഴിവാക്കി ഞാൻ തിരിച്ചു പോവാണ്. സഹോദരന്മാരെ, ദുനിയാവിലെ ജീവിതാണ്. ശക്തമായ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ടു പോകേണ്ടി വരും. രണ്ടാമതായി അയാൾ പെൻസിലിനോട് പറയാണ്, പെൻസിൽ, നിന്നെ ചിലപ്പോ കിട്ടുക ഒരു ആശാരിയുടെ കയ്യിലാണ്. ആശാരി മരത്തിൽ പിടിച്ച്. ചിലപ്പോ ഒരു കൽപ്പണിക്കാരന്റെ കയ്യിൽ കിട്ടും, അയാൾ കല്ലിൽ പിടിച്ചെഴുതും. ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയ നിലത്ത് പിടിച്ചെഴുതും. ജീവിതം എപ്പോഴും ഒരുപോലെയാണെന്ന് കരുതരുത്. നമ്മുടെ ജീവിതം അങ്ങനെ എപ്പോഴും ഒരേപോലെ ആവില്ല. പടച്ചോൻ ചിരിക്കാൻ തീരുമാനിച്ച സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ചിരിക്കും. ചിരിപ്പിക്കുന്നത് റബ്ബാണ്, കരയിപ്പിക്കുന്നതും പടച്ച റബ്ബാണ്. ചിരിക്കാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ ചിരിക്കും, കരയാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ കരയും. നമ്മൾ വിചാരിച്ച ചിരിക്കാൻ കഴിയൂല. ചിരിക്കണമെങ്കിൽ കവിളിൽ ചില പ്രവർത്തനം നടക്കണം. ചിരി വരാത്തൊരു മനുഷ്യൻ ചിരിച്ചാൽ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ ഇളിക്കാന്ന പറയാം. റബ്ബ് തീരുമാനിച്ചതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം. മൂന്നാമതായി അയാളെ പെൻസിലിനോട് പറയാണ്, എടുത്താണ് തെറ്റുപറ്റും. തെറ്റു വന്നാൽ ഉടനെ നിന്റെ പിന്നിൽ റബ്ബറുണ്ട്, ഉടനെ മായ്ച്ചു കളയണം. ജീവിതമാണ്, തെറ്റുപറ്റും. കമാൽ എന്നുള്ളത്, പൂർണ്ണത എന്നുള്ളത് പടച്ചറബിന്റെ സിഫത്താണ്. മനുഷ്യരാണോ തെറ്റുകൾ വരും. എവിടെ തെറ്റു വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ ഖേദിച്ചു മടങ്ങാൻ, ഉടനെ തിരുത്താൻ കഴിയണം. എന്താ തൗബ? നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകണം. യാത്ര പോകുമ്പോ പോകുന്ന ബസ് മാറി എന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ചിറങ്ങും, പോകേണ്ട സ്ഥലത്തേക്ക് കയറും. ആ തിരിച്ചിറക്കാണ് തൗബ. പോകേണ്ടത് സ്വർഗത്തേക്കാണ്, പക്ഷെ പോണ വഴി മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മൾ കൊതിക്കുന്നത്. പക്ഷെ പോകുന്ന വഴി മാറിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ തിരിച്ചു മടങ്ങലാണ്. പ്രിയമുള്ളവരെ, തൗബ, ഖേദിച്ചു മടങ്ങലാണ്. നാലാമതായിട്ട് അയാൾ പെൻസിലിനോട് പറഞ്ഞു, പല വർണ്ണത്തിൽ നീണ്ട, പല കോലത്തിലായിരിക്കും, പല രൂപത്തിലായിരിക്കും. ഏത് വർണ്ണമാണെങ്കിലും ഏത് കോലത്തിലാണെങ്കിലും അതിന്റെ ഉള്ളിൽ ആ കറുത്ത ലഡ്ഡു മാത്രമാണ്. അതുമാത്രമാണ് നീ.
എത്ര വലിയവനാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രിയമുള്ളവരെ, മണ്ണ് തിന്നാനുള്ളതാണ് ഈ ശരീരം. മണ്ണിന് തിന്നാനുള്ളതാണ് നമ്മുടെ ശരീരം. മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കവിളിലെ തുണി മാറ്റും, പെട്ടെന്ന് മണ്ണ് തിന്നാനാണ്. പൊട്ടി ഒലിക്കാനുള്ളതാണ് കണ്ണ്, പൊട്ടി ഒലിക്കാനുള്ളതാണ് നമ്മുടെ കവിളുകൾ. മണ്ണിലേക്ക് വെച്ച് മണ്ണ് തിന്നുവാനുള്ളതാണ്. ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കേണ്ടവരാണ്.